സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആകെ മൊത്തം കോമഡിയാണ് കാര്യങ്ങൾ. എന്തായാലും ഒടുവിൽ സുരേഷ് ഗോപി സംസാരിച്ചു. അതാണ് ഇന്നത്തെ ആശ്വാസം. അതിനു മുമ്പ് മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രജി പറഞ്ഞത് കേട്ടായിരുന്നോ? 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. കള്ള വോട്ട് ചേർത്തെങ്കിൽ കണക്കായി പോയി എന്നാണ് സുരേന്ദ്ര മൊഴി. പിന്നെ സുരേഷ് ഗോപിജിക്ക് ഒന്നും അറിയില്ല, എല്ലാം ചെയ്തത് പാർട്ടിയാണ്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അതായത് ഇലക്ഷൻ നടത്തിയതും BJP ആണ്. ഇത് തന്നെയല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് സുരേന്ദ്രജി? ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യം എടുത്താൽ ആദ്യം പുള്ളി മാക്സിമം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലല്ലോ. അല്ല, 70,000 വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് 6 വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 6-5 വോട്ട് അല്ല 10 വോട്ടായിക്കോട്ടെ, 70,000 വോട്ടല്ലല്ലോ, 70,000 വോട്ട് എണ്ണിയിട്ടുള്ളോ? നോക്ക്, ഇതല്ല ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ ഒരു ട്രാപ്പിൽ പെഴതാണ് എന്റെ ഒരു അഭ്യർത്ഥന. പക്ഷെ പിന്നെ കയ്യിൽ നിന്ന് പോകും, എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോകും. അത് ചോദിക്കൂ, അത് നിങ്ങൾ പറയൂ. അതല്ല കോൺഗ്രസ് അതല്ല ഇല്ല, ഇത് വലിയ ഓവർ സ്മാർട്ട് നോക്ക്. ജോർജ് കുര്യൻ മന്ത്രിക്ക് എല്ലാം മുറുമുറുപ്പാണ്. തൃശ്ശൂരിലെ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് നോക്കി? സുരേഷ് ഗോപി ഇങ്ങോട്ട് വരാൻ സാധ്യത, സൂക്ഷിച്ചു കേട്ടാ മനസ്സിലാകും. സുരേഷ് ഗോപി ഇങ്ങോട്ട് വരാൻ സാധ്യത. തെറിയൊന്നുമല്ല, മൂപ്പര് കാര്യം പറഞ്ഞ തന്നെയാണ്. ഇപ്പോ ജോർജ് കുര്യൻ സാറ് ഇങ്ങനെയാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയേ പറയൂ. ഇനി സുരേഷ് ഗോപിജിയുടെ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിന് എല്ലാവരോടും നന്ദി ഉണ്ടെന്ന്. ഇത്രത്തോളം സഹായിച്ചതിനും നന്ദി. എന്തിനാണ് നന്ദി? ചെയ്തു തന്നതിനെല്ലാം നന്ദി. അതായത് ഈ വോട്ട് കൊള്ളയൊക്കെ പുറത്തു വന്നില്ലേ, അതിന് നന്ദിയുണ്ട്. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പ്രതികരിക്കാത്തതിന് മാധ്യമങ്ങൾ വിമർശിച്ചില്ലേ, അതിനും നന്ദിയുണ്ട്. അങ്ങനെ പോകുന്നു നന്ദിയുടെ ആ പട്ടിക. വേറൊന്നും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. ബാക്കി മുഴുവൻ മൗനമായിരുന്നു, മസിൽ പിടുത്തവുമായിരുന്നു. തൃശ്ശൂരിലെ വോട്ട് കൊള്ളയിൽ ന്യായീകരിച്ച് BJP നേതാക്കൾ വശം കെടുമ്പോൾ മന്ത്രി V ശിവൻകുട്ടി സുരേഷ് ഗോപിയെ ട്രോളി കൊല്ലുകയാണ്. പോണ്ടിച്ചേരി, തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കുമ്പിടി എന്നാണ് മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ഇരട്ട വോട്ടുകളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ ഈ ട്രോൾ. ഇതിനിടയ്ക്ക് K സുരേന്ദ്രൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. താൻ മഞ്ചേശ്വരത്ത് 89 വോട്ടിന് തോറ്റ സ്ഥാനാർത്ഥിയാണ്. അന്ന് 6,000 കള്ള വോട്ടുകൾ തനിക്കെതിരെ നടന്നിട്ടുണ്ട്. ബഹളം വെച്ചില്ല, കേസുമായി പോയി. എതിർ സ്ഥാനാർത്ഥി മരിച്ചതിനാൽ കേസ് പിൻവലിച്ചു. ഇതാണ് രാഷ്ട്രീയത്തിലെ എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതായത് ബഹളം വേണ്ട, കേസ് കൊടുക്കണം സർ എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും സുരേന്ദ്രൻ ഈ പറഞ്ഞതിനെ ട്രോളി രംഗത്ത് വന്നത് പഴയ സഹപ്രവർത്തകനായ സന്ദീപ് വാര്യറാണ്. സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മഞ്ചേശ്വരത്ത് കള്ള വോട്ട് ഉണ്ടെന്ന് ആരോപിച്ച സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ? ഇല്ല, പിന്നെന്ത് ചെയ്തു? കേസ് പിൻവലിച്ച് കണ്ടം വഴി ഓടി. അതായത് കള്ളവോട്ട് ഉണ്ടെന്ന് വെച്ച് എല്ലാവരും തൂങ്ങിച്ചാകുമോ എന്നുള്ള കാര്യമാണ് സന്ദീപ് വാര്യർ പഴയ സഹപ്രവർത്തകനോട് ചോദിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇതിലും ബഹുരസമാണ് കാര്യങ്ങൾ. ഒരു വാർത്ത പറയാം. ബീഹാറിൽ ആദ്യമായി വോട്ടർ പട്ടികയിൽ പേര് വന്ന സന്തോഷത്തിലായിരുന്നു മിൻഡ ദേവി എന്ന 35-കാരി. അപ്പോഴതാ TV-യിൽ തൻ്റെ ഫോട്ടോയുള്ള ടീഷർട്ട് ഇട്ട് പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും നിൽക്കുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് തൻ്റെ വയസ്സ് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിൻഡ ശ്രദ്ധിച്ചത്. 124 വയസ്സ്. ബീഹാറിലെ ദരുണ്ട മണ്ഡലത്തിലെ വോട്ടറാണ് മിൻഡ. ഇതുവരെ വോട്ട് ചെയ്യാൻ മിൻഡയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ബൂത്ത് ലെവൽ ഓഫീസർമാർ ആരും വീട്ടിൽ വന്ന് വോട്ട് ചേർത്തില്ല. ഒടുവിൽ സഹികെട്ട് മിൻഡ തന്നെ മറ്റൊരാളുടെ സഹായത്തോടെ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുകയായിരുന്നു. ജനന വർഷം 1990 പകരം 1900 ആയി പോയതാണ് പ്രശ്നമായത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിൻഡയെ വോട്ടർ പട്ടികയിൽ അങ്ങ് ഉൾപ്പെടുത്തി. ഇങ്ങനെ നിരവധി പിഴവുകൾ ഉണ്ടെന്നാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടുന്നത്. അത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് മിൻഡ ദേവിയുടെ ചിത്രമുള്ള ടീഷർട്ടുമായി പ്രിയങ്ക ഗാന്ധിയും ഹൈബി ഈഡനുമൊക്കെ എത്തിയത്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തോടെ മിൻഡയുടെ പേര് രാജ്യമാകെ അറിഞ്ഞിരിക്കുകയാണ്. ഈ പിഴവ് വാർത്തയാകുന്നതിന് മുമ്പേ തന്നെ പരിഹാര നടപടികൾ എടുത്തുവെന്നാണ് സിവാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണം നടത്തിയതിന് പിന്നാലെ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ നിന്നും നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ നിന്നുമൊക്കെ ക്രമക്കേടിന്റെ നേർചിത്രങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജനാധിപത്യ ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് പരിതപിക്കാനേ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ. पॉइंट ये नहीं है कि बीजेपी जीत रही है, कांग्रेस आ रही है. पॉइंट है
कि here there is clear proof, 100% proof that elections are rigged in India. Not 99%, 100%. So whether who is winning, who is losing, that's a separate question. We are saying that there is the integrity of the election system in India is gone. This, what has happened in Mahadevapura, is the destruction of democracy, and there are the groups of people who are doing it. നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെ ഭേലിപ്പൂർ വാർഡിൽ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽ ദാസ് എന്ന ഒരാൾക്ക് 50 മക്കളുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തന്നെ പറയുന്നത്. എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും കമ്മീഷൻ പറയുന്നു. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ഒരു പേജിൽ തന്നെ ഒരാൾക്ക് 6 വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകളിൽ 6 വോട്ടുകളുള്ള കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചെന്ന് പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ 2 പേരെ സാമൂഹ്യ പ്രവർത്തകനും ആപ്പിന്റെ മുൻ നേതാവുമായ യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ സംഭവവും ഇന്നലെ ഉണ്ടായി. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് ഇവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുപോയവരെന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയ 7 പേരാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ ചായ കുടിച്ചു നിൽക്കുന്നത്. आए हैं सुबह से सुप्रीम कोर्ट में. थोड़ा देख के जाओ ना. दिल्ली आए तो दिल्ली पहले आए हो तो थोड़ा दिखाओ ना दिल्ली. नहीं मरे हुए तो टिकट कैसे दिया? ആളുകളെ ചേർക്കാതെ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് മാത്രം നടത്തുന്ന ഒരു വോട്ടർ പട്ടിക പരിഷ്കാരം, ആ നടപടി ഇന്ത്യയിൽ ആദ്യമാണെന്നും യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയെ അറിയിച്ചു. 65 ലക്ഷം ആളുകളുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നും യാദവ് വാദിച്ചു. 1 കോടി, ഇത് ഈ ഒരു കണക്ക് 1 കോടി കടക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം സുപ്രീം കോടതി അറിയിച്ചു. എന്നാൽ കമ്മീഷന്റെ നടപടിയിൽ തൽക്കാലം ഇടപെടാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സത്യത്തിൽ ബീഹാറിൽ വോട്ട് നഷ്ടപ്പെടുന്നവർ ആരോട് പരാതി പറയും എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കാരത്തിന് വിധേയമാകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നടത്തിയ ഈ നടപടിക്രമത്തിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഓരോ ജനാധിപത്യ വിശ്വാസിയും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. നമ്മുടെ വോട്ടിംഗ് അവകാശം ആരെങ്കിലും തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെറുക്കേണ്ട സമയമാണ്, ശബ്ദം ഉയർത്തേണ്ട സമയമാണ്. അതിനായി നമുക്ക് പരിശ്രമിക്കാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ കിട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.